കാരുണ്യവാനായ നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം. ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും എല്ലാവർക്കും കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവവും നമ്മുടെ ഉടയവനുമായ കർത്താവിനെ സന്ധിപ്പാൻ, കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് മഹാഭാഗ്യം നൽകി. ദൈവം എന്ന് കരുതി ദൈവം അല്ലാത്തവയെ നമ്മൾ സേവിച്ചു വന്ന ഒരു ലജ്ജാകരമായ ഭൂതകാലം നമുക്കുണ്ട്. ഇന്നും നമ്മുടെ സമശിഷ്ടങ്ങൾ മഹാഭൂരിപക്ഷം അങ്ങനെ തന്നെ കഴിയുന്നു. എന്നാൽ നമ്മുടെ ഉൾക്കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്നലെയും നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി വച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം കണ്ണുകൾ ഉള്ളപ്പോൾ അവയിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. നമുക്ക് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം പ്രാപിപ്പാൻ ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നാം ഇന്ന് പിന്നെയും എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഈ എബ്രായ ലേഖനത്തിൽ മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആശയം കാണാം. ആശയമല്ല, ഒരു രീതി കാണാം. നമ്മൾ എബ്രായ ലേഖനത്തെ 5-ാമത്തെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. 5-ാമത്തെ സുവിശേഷം. അതിനുള്ള കാരണം പറഞ്ഞു. മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷ പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെയോ അതിൽ അധികമായോ എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി തൊട്ട് യോഹന്നാൻ വരെ എഴുത്തുകാരാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അധികവും പറഞ്ഞത്. 2, ഈ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പുത്രൻ പിതാവിനെയാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ഈ 2 കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എബ്രായ ലേഖനത്തിനകത്ത് പിതാവായ ദൈവം പുത്രനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മഹനീയമായ കാര്യമാണ് കാണുവാൻ സാധിക്കുക. പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന ധാരാളം കാര്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നല്ല, വരുന്ന ദിവസങ്ങളിൽ. അങ്ങനെ വിശേഷതയേറിയ ക്രിസ്തു വെളിപ്പാട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1, 2, 3 വാക്യങ്ങളിൽ യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനെന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഒരിക്കൽ കൂടെ ആ വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. അതെ, 1, 2, 3. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം
നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ക്രിസ്തുയേശുവിന്റെ മഹത്വത്തെ, ശ്രേഷ്ഠതയെ, നിസ്തുലതയെ, പ്രവാചകന്മാർക്ക് അതീതനായിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെ ഈ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടിയിരിക്കുന്നു. അതിൽ 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. യേശു പാപപരിഹാരകൻ. He is the purifier of sins. പാപത്തെ പോക്കുന്നവൻ, പാപം പരിഹരിക്കുന്നവൻ, ശുദ്ധീകരിക്കുന്നവൻ. സ്തോത്രം. അതാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. He is the purifier. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1:30 വാക്യം കൂടെ വായിച്ചാട്ടെ. 1 Corinthians 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. സ്തോത്രം. ക്രിസ്തു, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഹി പ്യൂരിഫൈഡ് us. പാപത്തിന് പരിഹാരം, മലയാളത്തിൽ പാപങ്ങളെ പരിഹരിച്ച ശേഷം, അല്ലെ? പാപങ്ങളെ പരിഹരിച്ച ശേഷം. അപ്പോൾ ക്രിസ്തു പാപപരിഹാരകൻ. ഇംഗ്ലീഷിന്റെ അർത്ഥത്തിലാണെങ്കിൽ ശുദ്ധീകരിച്ചവൻ. എന്നാൽ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത് കേട്ടോ, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് എന്തെല്ലാമായി? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. സ്തോത്രം. So Christ is not only a purifier, but he himself is our purification. യേശു ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നവൻ മാത്രമല്ല, പാപങ്ങളെ പരിഹരിക്കുന്നവൻ മാത്രമല്ല, ക്രിസ്തു നമുക്ക് വേണ്ടി ശുദ്ധീകരണം ആണ്. ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമാണ്. വീണ്ടെടുക്കുന്നവൻ മാത്രമല്ല, അവൻ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പാണ്. ക്രിസ്തു നമ്മെ നീതീകരിക്കുന്നവൻ മാത്രമല്ല, അവൻ നമുക്ക് നീതിയാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവൻ നീതീകരിക്കുന്നവൻ മാത്രമല്ല, അവനാണ് നമ്മുടെ നീതീകരണം. എങ്ങനെ അത് പറയണം, അവതരിപ്പിക്കണം എന്നെനിക്കറിഞ്ഞൂടാ. അങ്ങനെ ആഴമേറിയ സത്യമാണത്. ക്രിസ്തു രക്ഷകൻ മാത്രമല്ല, അവൻ നമ്മുടെ രക്ഷയാണ്. അവൻ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പാണ്. ശുദ്ധീകരിക്കുന്നവൻ മാത്രമല്ല, അവൻ നമ്മുടെ ശുദ്ധീകരണമാണ്. അവൻ നീതീകരിക്കുന്നവൻ മാത്രമല്ല, അവൻ നമ്മുടെ നീതിയും നീതീകരണവുമാണ്. സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്,
അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവൻ നമ്മുടെ പാപപരിഹാരകൻ. സ്തോത്രം. ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചു. സ്തോത്രം. പാപങ്ങൾ ഏകവചനമാണോ അവിടെ കൊടുത്തിരിക്കുന്നത്, ബഹുവചനമാണോ? പാപം എന്നാണോ, പാപങ്ങൾ എന്നാണോ? ബഹുവചനത്തിൽ പാപങ്ങളെ എന്ന, അല്ലേ? ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണല്ലോ, സിൻസ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്, സിൻസ്. അപ്പം സിൻ ആൻഡ് സിൻസ്, പാപം, പാപങ്ങൾ, വെറും ഏകവചനമായി അത് കാണരുത്, അല്ലെങ്കിൽ വെറും ഒരു ഭാഷാപ്രയോഗമായി മാത്രം നാം അതിനെ കണ്ടുകൂടാ. പാപം എന്ന് പറയുന്നത്, ഏകവചനത്തിൽ പാപം എന്ന് പറയുന്നത് ആദാമിന്റെ അനുസരണക്കേട്, ആ മൂലപാപം എന്ന് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ മൂലപാപം. പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മപാപങ്ങളായിട്ട് വരും. പാപം എന്ന ഏകവചനം മൂലപാപവും പാപങ്ങൾ എന്ന ബഹുവചനത്താൽ നമ്മുടെ വ്യക്തിപരമായ കർമ്മപാപങ്ങളും ഉൾപ്പെടുന്നു. യേശുക്രിസ്തു ഇവയ്ക്ക് രണ്ടിനും പരിഹാരം വരുത്തി. ഇത് രണ്ടിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും. ജന്മപാപം എന്നത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ആദാമിന് ജനിച്ചതുകൊണ്ട് നമ്മുടെ പ്രകൃതത്തിൽ പാപം കലർന്നു. നാം ആദാമിന് ജനിച്ചതുകൊണ്ട് പാപികളായിട്ടാണ് നാം ജനിച്ചത്. നാം പാപം ചെയ്യാതെ തന്നെ പാപികളായവരാണ്. നമ്മൾ പലയാവർത്തി വായിച്ച ഒരു വാക്യം ഒന്നും കൂടെ ഈ സന്ദർഭത്തിലും കൂടെ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. റോമൻസ് 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. കണ്ടോ, ഇന്നലെ നമ്മൾ ആ കാര്യം നോക്കിയിരുന്നു, പറഞ്ഞു വിട്ടിരുന്നു. ആദാമും നാമും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആദാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അല്ലെങ്കിൽ പാപം ചെയ്ത് പാപി ആയവൻ ആണെങ്കിൽ, നമ്മൾ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തവർ അല്ല. ആദാം പാപിയായതുപോലെയല്ല നമ്മൾ പാപികളായത്. ആ പാപം ചെയ്ത പാപിയായ ആദമിന് നമ്മൾ ജനിച്ചതുകൊണ്ടാണ് പാപികളായത്. പൗലോസ് അക്കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പാപങ്ങൾക്കും യേശുക്രിസ്തു പരിഹാരം വരുത്തി. ആദാമിന്റെ മൂലപാപമായാലും, ഒറിജിനൽ സിൻ ഓഫ് ഏഡം, the root cause of all sins and sinners, സകല പാപത്തിനും പാപികളുടെയും മൂലകാരണമായ ആദാമ്യ പാപത്തിനായാലും, അത് നിമിത്തം പാപികളായി പിന്നെ പാപം ചെയ്ത നമ്മുടെ പാപങ്ങൾക്കായാലും യേശുക്രിസ്തുവിലൂടെ പരിഹാരമുണ്ട്, ശുദ്ധീകരണമുണ്ട് എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്.
ഇവയ്ക്ക് രണ്ടിനും ശുദ്ധീകരണം വരുത്തിയത് യേശുവാണ്. യേശുവിന്റെ രക്തത്താൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പോൾ പാപത്തിനുള്ള ഏക പരിഹാരമാർഗം, പാപങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള ഏക മാർഗം നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിങ്കൽ നിന്ന് വീണ്ടെടുപ്പും സമാധാനവും ശുദ്ധീകരണവും ആയിത്തീർന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണമാണ്. മറ്റൊരു പരിഹാരമാർഗവും ഇല്ല. മറ്റൊരു പരിഹാരമാർഗവുമില്ല. കർമ്മമാർഗങ്ങളാൽ പാപത്തിന് പരിഹാരം ഇല്ല. സ്തോത്രം. യാതൊന്ന് ചെയ്താലും അതിനാൽ നാം നീതീകരിക്കപ്പെടുന്നില്ല. റോമാലേഖനം തന്നെ 3-ാം അധ്യായം 27-ാമത്തെ വാക്യം, 3:27 റോമൻസ്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. സ്തോത്രം. കർമ്മമാർഗത്താൽ അല്ല, വിശ്വാസമാർഗത്താൽ. ഇരുപത്തിനാലാമത്തെ വാക്യവും കൂടെ വായിച്ചോളൂ. ഒത്തിരി പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നാലും ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കുന്നത് ഓരോ കാര്യങ്ങളെ തെളിയിക്കാൻ വേണ്ടിയാണെന്ന വ്യത്യാസമുണ്ട്. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അടുത്തത് വിശ്വസിക്കുന്നവർക്ക്. അത് ശ്രദ്ധിച്ചോണം. 24 കണ്ടു, സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെ? തൻ്റെ വീണ്ടെടുപ്പ് മൂലം, അതായത് ക്രൂശിലെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ മൂലം. യേശു ക്രിസ്തു വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിൽ മരിച്ചത് മൂലം. അതാണ് 24-ാമത്തെ വാക്യം പറയുന്നത്. സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് 25-ാം വാക്യം പറയുന്നു. ഒന്നും കൂടെ 25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആർക്കാ? എങ്ങനെയാ? വിശ്വസിക്കുന്നവർക്ക്. സ്തോത്രം. പാപം മനുഷ്യനിലേക്ക് കടന്നത്, കർമ്മത്താലാണ്. എന്നാൽ അതിന് പരിഹാരമായ നീതി നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. സ്തോത്രം. ആദം പാപം ചെയ്തു. അതിനാൽ നാം എല്ലാവരും പാപികളായി. തന്നിമിത്തം നമ്മിൽ നിന്നും പാപപ്രവർത്തികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചു. പാപത്തിന്റെ പ്രായശ്ചിത്തമായി തൻ്റെ പരിശുദ്ധ രക്തം, നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരണം ലഭിക്കുന്നു. സ്തോത്രം. സൗജന്യമായി നീതീകരണം ലഭിക്കുന്നു. യേശു പാപ പരിഹാരകൻ. പാപങ്ങളെ പരിഹരിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഹി പ്യൂരിഫൈഡ് us, ശുദ്ധീകരിച്ചു. എങ്ങനെ എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. നമുക്കറിയാം അത്.
ക്രൂശിലെ മരണത്താൽ. ആ ക്രൂശിലെ മരണത്തെ വിളിക്കുന്ന പേര് നമുക്കറിയാം, പ്രായശ്ചിത്ത മരണം. പ്രായശ്ചിത്ത മരണം. കർമ്മം, കർമ്മമാർഗം എന്ന് പൗലോസ് എടുത്ത് അവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്നതാണ്. ദ കർമ്മമാർഗം, that means the way of works, deeds. In Romans 3, Paul specifically speaking about the deeds to fulfill the righteous demands of the law of Moses. Every effort a Jew used to do to fulfill the righteous demands of the law, and thus becoming a righteous by works. Today we can say, or we can apply the same, not only on of the law, the fulfillment of the laws, but including every act of righteousness. Every act of righteousness even includes the rite of baptism. The rite of baptism. Salvation is not by performing any of these righteous acts, including the fulfillment of the Mosaic law, including the rite of Christian baptism. You got the meaning of karma, karma margam. Praise God. That includes singing, reading the Bible, going churches, tithing. Okay? All these include in the karma marga. None of these things will save us or guarantee us heaven. Only the finished work of Jesus on the cross for the redemption of the entire humanity by offering himself as an atonement for sin, a propitiation for sin. അപ്പൊ കർമ്മമാർഗം എന്ന് പൗലോസ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച 27 മുതൽക്കുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന അർത്ഥത്തിലാണ്. ന്യായപ്രമാണം ഓരോന്നും ആവശ്യപ്പെടുന്നു മനുഷ്യനോട്, ഇന്നത് ചെയ്യുക, ഇന്നതുപോലെ ചെയ്യുക. അത് ചെയ്യണം. പക്ഷേ അത് ചെയ്യാൻ യഹൂദന്മാരുൾപ്പെടെ ആ ന്യായപ്രമാണം വാങ്ങിക്കൊടുത്ത മോശ ഉൾപ്പെടെ ഉള്ളവർ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. ഈ ന്യായപ്രമാണം ഏതാണ്ട് 1500 വർഷത്തെ കാലയളവിലാണ് ഉള്ളത്. മോശ മുഖാന്തരമാണ് ആ ന്യായപ്രമാണം ഇസ്രായേലിന് ദൈവം കൊടുക്കുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാണ് മോശ. ഏറ്റവും വലിയ മനുഷ്യൻ. നമുക്ക് യേശുക്രിസ്തു എങ്ങനെയോ അങ്ങനെയാണ് ഇസ്രായേലിയർക്ക് മോശ എന്ന് പറയുന്നത്. ആ മോശം മുതൽ യേശുക്രിസ്തു പറയുന്നു, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. അപ്പോൾ ആ ഏറ്റവും വലിയ മോശ മുതൽ ഏറ്റവും വലിയ യോഹന്നാൻ വരെ 2 തട്ടുകളിൽ ഈ അതികായന്മാർ നിൽക്കുകയാണ്. പക്ഷെ ഈ 2 പേര് ഉൾപ്പെടെ
ആർക്കും തന്നെ ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞ ദൈവത്തിൻ്റെ നീതിയുള്ള ആവശ്യങ്ങളാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ കർമ്മങ്ങളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ആരും ഇതുവരെ നീതീകരിക്കപ്പെട്ടിട്ടില്ല, ആരും പെടുകയില്ല. അതാണ് കർമ്മമാർഗം എന്ന് പറയുന്നത്. സ്തോത്രം. അത് പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഈ എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനത്തിലും പറയുന്ന കർമ്മമാർഗങ്ങൾ, ന്യായപ്രമാണം എന്നതുകൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നത്. 100 കണക്കിന് ആവശ്യങ്ങളാണ് ദൈവം ഇസ്രായേലിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നീതീകരിക്കപ്പെടാൻ. പക്ഷെ ആർക്കെങ്കിലും അത് ചെയ്തു തീർക്കാൻ പറ്റിയോ? ഇല്ല. അതുകൊണ്ടാ പൗലോസ് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്ത നീതി അല്ല. അപ്പൊ കർമ്മമാർഗത്താൽ ഒരുവൻ ആർജിക്കുന്ന നീതി അതാരുടെ നീതിയാ? സ്വന്തം നീതിയാണ്. പക്ഷെ ഈ സ്വന്തം നീതി കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. അത് സ്വീകാര്യമല്ല. ദൈവത്തിൻ്റെ അളവിനൊത്തതല്ല അതൊന്നും. അതുകൊണ്ട് കർമ്മമാർഗത്താൽ നീതീകരണം ഇല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരണം ഇല്ല. ശരി, നമ്മളാണ് ന്യായപ്രമാണം ഒന്നും ഇല്ലാത്തവരാ. ന്യായപ്രമാണം ഏതാ? മോശയുടെ ന്യായപ്രമാണം പ്രമാണിക്കാനായിട്ട് ഇല്ലാത്തവരാണ് നാം. സ്തോത്രം. ന്യായപ്രമാണം ഇല്ലാത്തവരല്ല, മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ പോലെ നിവർത്തിക്കാനായിട്ട് നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ഇടയിലും പല കർമ്മങ്ങളും ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞ സ്നാനം. സ്നാനം എന്ന കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവന് രക്ഷ ലഭിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം സ്നാനം വേണ്ടെന്നാണോ? അല്ല. തമ്മിൽ തെറ്റരുത്. സ്നാനം അത്യാവശ്യമാണ്. കാരണം അത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ കൽപ്പനയുടെ അനുസരണം എന്ന നിലയിൽ സ്നാനം അത്യന്താപേക്ഷിതം. എന്നാൽ ഒരുവൻ സ്നാനപ്പെട്ടു, ആ കർമ്മം അനുഷ്ഠിച്ചെന്നും പറഞ്ഞ് എന്ത് ലഭിക്കത്തില്ല? നീതി കിട്ടത്തില്ല, രക്ഷ കിട്ടത്തില്ല. സ്നാനപ്പെട്ടെന്ന് കരുതി ഒരാളിന് ജീവപുസ്തകത്തിൽ പേര് ചേർക്കാൻ പറ്റത്തില്ല. പലരും സ്നാനപ്പെട്ടാൽ ഉടൻ തന്നെ അങ്ങ് നീതീകരിക്കപ്പെടും എന്ന നിലയിലാണ് സ്നാനമേൽക്കുന്നത്. അത് തെറ്റ്. മറ്റൊന്നാണ് തിരുവത്താഴം. നമ്മുടെ ഇടയിലും അറിയാതെ ഒരു 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 എന്താണ് പറയുന്നത്, ഒരു പാട പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ് തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ എന്തോ ഒരു പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നു എന്ന നില. കൂടി വരുമ്പോഴൊക്കെ തിരുവത്താഴത്തിൽ പങ്കെടുത്തു. ഒരാഴ്ചക്കകം 3 തിരുവത്താഴങ്ങൾ വരെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റ ആഴ്ചക്കകം. എന്നും വേണമെങ്കിലും നടത്തിക്കോളൂ തിരുവത്താഴം, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ
ആ തിരുവത്താഴ കാർമ്മിക ശുശ്രൂഷയിൽ പങ്കാളിത്വം എന്തോ പ്രത്യേക അനുഗ്രഹപ്രാപ്തിക്കോ രക്ഷപ്രാപ്തിക്കോ ഉതകുന്നതാണെന്ന ചിന്ത നമ്മളുണ്ടാകരുത്. ആ ചിന്തയാണ് എപ്പിസ്കോപ്പൽ ചർച്ചസ്, പട്ടത്വ സഭകൾ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന ഒരാളിന് മരിക്കുമെന്ന് ഉറപ്പാകുന്ന സമയം, മരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മരിക്കുമെന്നൊരു ചിന്ത വന്നാൽ വീട്ടുകാരും അച്ഛനും ഒക്കെ കൊണ്ട് നിർബന്ധിച്ച് ICUവിലാണെങ്കിലും CCUവിലാണെങ്കിലും കൊണ്ടുപോയി ഇത് ഇച്ചിരി കൊടുക്കും. അതിന് നമ്മൾ പറയുന്ന പേര് വേണമെന്നതെത്തിക്കുക, അന്ത്യ കുർബാന എന്നൊക്കെയാണ്. അപ്പൊ ഈ കുർബാനയിൽ പങ്കെടുത്താൽ, തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ പാപമോചനം ലഭിക്കുന്നെന്നും സ്വർഗത്തിലേക്ക് നേരിട്ട് കയറാമെന്നുമുള്ള ഒരു അന്ധവിശ്വാസം വെച്ചുകൊണ്ടാണ് ക്രൈസ്തവ സഭകളിൽ ആ കർമ്മം ആചരിക്കപ്പെടുന്നത്. അത് തെറ്റ് എന്നാണ്. ഈ കർമ്മമാർഗത്താൽ അല്ല പാപപരിഹാരം എന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ചിലർ കരുതുന്നത് ദശാംശം കൊടുത്താലോ, പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്താലോ, സഭായോഗത്തിന് പോയാലോ, ബൈബിള് വായിച്ചാലോ ഒക്കെ സ്വർഗത്തിൽ പോകുന്ന. ഇല്ല, ഇതൊന്നും ചെയ്താൽ ഈ ഒരു കർമ്മമാർഗത്താലും നമ്മളാരും നീതീകരിക്കപ്പെടുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നില്ല. നീതീകരണവും ശുദ്ധീകരണവും രക്ഷാനിർണയവും സ്വർഗപ്രവേശനവും ഒക്കെ നമുക്ക് ലഭിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാത്രമേ ഉള്ളൂ. ആ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. ഇതുകൊണ്ടാണ് വിശ്വാസത്താൽ മാത്രം വിശ്വാസം മാത്രമാണ് നീതീകരണത്തിനുള്ള ഏകമാർഗമെന്ന് മാർട്ടിൻ ലൂഥർ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചത്. തിരുവെഴുത്ത് പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ? ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കട്ടെ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം. എങ്ങനെ നമ്മളിപ്പോൾ റോമാലേഖനം 3:25 വായിച്ചു. ഒന്നും കൂടെ വാക്യം വായിച്ചാട്ടെ. 3:25 റോമൻസ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എങ്ങനെയാ? തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളല്ല നമ്മെ രക്ഷിക്കുന്നത്. യേശുക്രിസ്തു മരിച്ച് അഴുകിത്തുടങ്ങിയ ലാസറിനെ വരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അലറി ചീറി പായുന്ന തിരമാലകളിൽ മേൽ യേശു നടന്നിട്ടുണ്ട്. വസ്ത്രം ധരിക്കാതെ ചങ്ങലകളൊക്കെ പിരിച്ചു ഒടിച്ചു കളയുന്ന, ശവക്കല്ലറകളിൽ താമസിക്കുന്ന, സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന
മറ്റുള്ളവരെ വല്ലാതെ ഉപദ്രവിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന്, ഏതാണ്ട് ഒരു 6000 ഭൂതങ്ങൾ കൊണ്ടിരുന്ന ഭൂതഗ്രസ്തനെ വരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും മതിയായിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ കീഴിൽ വരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുന്നവര് അതിനെ കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ചു പഠിക്കുന്നത്. ജീസസ് മിറാക്കിൾസ് ഓവർ ദ നേച്ചർ, ഓവർ ദ സ്പിരിറ്റ് റിലം, ഓവർ ദ ഫിസിക്കൽ ഏരിയ ഓർ സോ ഓൺ. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ തരംതിരിച്ചു പഠിക്കാറുണ്ട്. ശാരീരിക മേഖലകളിൽ യേശു നടത്തിയ അത്ഭുതങ്ങൾ, പ്രകൃതിയുടെ മേൽ യേശു നടത്തിയ അത്ഭുതങ്ങൾ, ആത്മമേഖലകളിൽ, മണ്ഡലങ്ങളിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എന്നിങ്ങനെ. ഇതെല്ലാം കൂടെ എടുത്താലും മരിച്ച അഴുകിത്തുടങ്ങിയ ലാസറിനെ ഉയർപ്പിച്ചതോ, 6000 ഭൂതങ്ങൾ കുടികൊണ്ടിരുന്ന ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതോ, പ്രകൃതിയെ ശാന്തമാക്കിയതോ, ഇതൊന്നും തന്നെ നമുക്ക് രക്ഷാകാരണം അല്ല. യേശു ഇതെല്ലാം ചെയ്തു, പക്ഷെ ഇതൊന്നും നമുക്ക് രക്ഷയ്ക്ക് കാരണമല്ല. യേശു ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിലോ, ഈ അത്ഭുതങ്ങളൊന്നും യേശു ചെയ്തില്ലായിരുന്നു, ക്രൂശിൽ മരിക്കുക മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് രക്ഷ കിട്ടുമായിരുന്നോ? കിട്ടും. സ്തോത്രം. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചില്ല, ഈ വിധമായ അത്ഭുതങ്ങൾ മുഴുവനും ചെയ്തു. അത്രമാത്രമേ ചെയ്തുള്ളായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ കിട്ടുകയും ഇല്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം മൂലമാണ് അവൻ നമുക്ക് എന്തായി തീരുന്നത്? പ്രായശ്ചിത്തം ആയിത്തീരുന്നത്. അത് എടുത്തു പറഞ്ഞത് മനസ്സിലായല്ലോ? ഒന്നും കൂടെ വാക്യം വായിച്ചോളൂ, ഒന്നും കൂടെ. റോമർ 3:25. യെസ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ അവിടെ എടുക്കുന്നത് ആ ഒരു കാര്യമുള്ളൂ. എബ്രായർ 1:3 ചേർത്ത് വെക്കുകയാണ് റോമർ 3:25 വാക്യം. യേശുക്രിസ്തു തന്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തം ആയി. അപ്പൊ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നത് എങ്ങനെ? തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ. സ്തോത്രം. തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ. നമ്മള് പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ വായിച്ചു വിടാം. വെളിപ്പാട് 1-ാം വാക്യം. റെവലേഷൻ 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്. മതി. അവിടെയും ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തന്റെ പിതാവിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചവനുമായവന്. അപ്പോൾ നമ്മുടെ പാപങ്ങളെ യേശു പോക്കുന്നത് എങ്ങനെ? തന്റെ രക്തത്താൽ. സ്തോത്രം. തന്റെ ജീവനാൽ. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമാണത്. നമ്മള് ഈ എബ്രായ ലേഖനം 1 ആദ്യത്തെ വാക്യങ്ങളിൽ ഇതിന് തൊട്ട് മുമ്പ് 2-ാമത്തെയും 3-ാം വാക്യത്തിന്റെ തുടക്കത്തിലുമായിട്ട് കണ്ടു.
പിതാവായ ദൈവം ക്രിസ്തു മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. ഓർമ്മയുണ്ടല്ലോ, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ലോകത്തെ ഉണ്ടാക്കി. അപ്പൊ ഈ ലോകത്തെ, ഈ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലത്തെയും, all the living and non-living things, all the visible and invisible things, all these were created by or through Christ. എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു? Just with his spoken word, തൻ്റെ വചനത്താൽ. അത് തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടു. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്തെ, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് തൻ്റെ വചനത്താൽ. ഇവയെ മുഴുവനും താങ്ങി നിർത്തിയിരിക്കുന്നതും വചനത്താൽ. കർത്താവ് കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് കർത്താവ് പല രോഗികളെയും സൗഖ്യമാക്കിയതും വചനത്താൽ. മരിച്ചവരെ പലരെയും ഉയർപ്പിച്ചതും വചനത്താൽ. യായിറോസിന്റെ മകളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചതും. എന്നാൽ അഴുകിത്തുടങ്ങിയ ലാസറിനെ കണ്ടുപോലുമില്ല. കാരണം അത്രയ്ക്ക് ഉള്ളിലായിരുന്നു, ഒരു ഗുഹയ്ക്കകത്താ വെച്ചത്. പുറത്തു നിന്ന് വിളിച്ചതേ ഉള്ളൂ. പുറത്തു വരുന്നു, ലാസർ പുറത്തു വന്നു. എന്നാൽ കർത്താവിൻ്റെ ക്രിയേറ്റീവ്, രചനാത്മകമായ ശക്തിയുള്ള വചനം കൊണ്ടോ, സകലത്തെയും താങ്ങി നിർത്തുവാൻ പര്യാപ്തമായ കർത്താവിൻ്റെ ശക്തിയേറിയ വചനം കൊണ്ടോ അല്ല നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തിയത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ് നമ്മുടെ പാപങ്ങളെ പോക്കിയത്, നമ്മെ അവൻ ശുദ്ധീകരിച്ചത്. സ്തോത്രം. കേവലം വാക്കുകൾ കൊണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുകയായിരുന്നെങ്കിൽ, കേവലം വാക്കുകളാൽ അല്ലെങ്കിൽ വചനത്താൽ നമ്മെ വചനത്താൽ എന്ന് പറഞ്ഞാൽ വായിൽ നിന്നും വരുന്ന വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കുകയായിരുന്നുവെങ്കിൽ അതിന് മുടക്കുമുതലൊന്നും ഇല്ലായിരുന്നു ദൈവത്തിന്. അതിനുവേണ്ടി ദൈവത്തിന് വില കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ആ വീണ്ടെടുപ്പിന്, ആ രക്ഷയ്ക്ക്, ആ പാപപരിഹാരത്തിനും ഒരുപക്ഷെ അത്രയ്ക്ക് വില നാമും കൊടുക്കേണ്ടി വരുത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. സ്തോത്രം. ആ യേശുവിന്റെ രക്തത്തെ തിരുവെഴുത്ത് എങ്ങനെയാ സംബോധന ചെയ്യുന്നത്? നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. വിലയേറിയ രക്തം. നമുക്ക് വരികയുള്ളതാണല്ലോ. സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വ്യർത്ഥവും സ്തോത്രം. വായിച്ചു? ആരെങ്കിലും വായിച്ചോ? ഏതെങ്കിലും ഭാഷയെ വായിച്ചു? വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്
പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വിലയേറിയ രക്തം കൊണ്ട്. സ്തോത്രം. ഒത്തിരി വിശേഷതകൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുൻപോട്ടുള്ള പാഠങ്ങളിലും യേശുവിന്റെ രക്തം വരുന്നുണ്ട്. അന്നത് കൂടുതൽ നമുക്ക് പഠിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം, അവൻ രക്തത്താലാണ് നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നത്. യേശുവിന്റെ രക്തമാണ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. രക്തം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിലെ അർത്ഥം ജീവൻ എന്നാണ്. ജീവൻ എന്നാണ്. ചിലരൊക്കെ ബൈബിളിലെ ദൈവത്തെ നിന്ദിക്കാറുണ്ട്, രക്തദാഹിയായ ദൈവമാണെന്ന്. അല്ല. സ്തോത്രം. അങ്ങനെ ദൈവം ഒരു പ്രമാണം വെച്ചത്, സ്തോത്രം, രക്തത്തിലാണ് ഒരു പ്രാണിയുടെ ജീവൻ, ഏത് പ്രാണിയുടേതായാലും. സ്തോത്രം. 9-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം. അതിൻ്റെ 20 മുതൽക്കുള്ള വാക്യങ്ങൾ. 14 തൊട്ട് തുടങ്ങുന്നുണ്ടത്. എന്നാലും ഇത് നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. മതിയച്ച. താങ്ക് യു. കണ്ടു. അവിടങ്ങളിലെല്ലാം പറയുന്നത് എന്താ? ഈ പഴയ നിയമത്തിൽ, പഴയ നിയമം എന്ന് പറയുന്നതിനെ ഇവിടെ എബ്രായ ലേഖനകർത്ത വിളിച്ചിരിക്കുന്നത് സ്വർഗീയമായവയുടെ പ്രതിരൂപങ്ങൾ മാത്രമാണ് അവയെല്ലാം. സ്തോത്രം. പ്രതിബിംബങ്ങൾ. 23-ാമത്തെ വാക്യം കണ്ടോ? സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ. ദേവാലയത്തിന് മുമ്പ് സമാഗമന കൂടാരം, ദേവാലയം നമ്മളങ്ങ് പറയുന്നു. ദേവാലയവും ദേവാലയത്തിലെ സകല വസ്തുക്കളും ദേവാലയത്തിലെ സകല നടപടിക്രമങ്ങളും എല്ലാം തന്നെ എന്താണ്? സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ മാത്രം. ഒറിജിനൽ അല്ല. ഒറിജിനൽ അസലായിട്ടുള്ളതെല്ലാം സ്വർഗത്തിലാണ്. എന്നാൽ ഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പിച്ചു കൊടുത്തതെല്ലാം സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിബിംബങ്ങൾ മാത്രം. എന്നാൽ അവയുടെ പോലും ശുദ്ധീകരണത്തിന് എന്താവശ്യമായിരുന്നു? രക്തം. രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ. രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ ജീവനെ യാഗമാക്കുക എന്നാണ് അർത്ഥം. അതാണ് നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയ 26-ാമത്തെ വാക്യത്തിൽ വായിച്ചത്.
സ്തോത്രം. എന്നാൽ അവൻ ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്തോത്രം. ഒരിക്കൽ പ്രത്യക്ഷനായി. സ്തോത്രം. സ്വന്തയാഗം കൊണ്ട്. അതുകൊണ്ടാണ് സ്വന്ത രക്തവും അവൻ ചിന്തിയത്. അതാണ് 11-12 വാക്യങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്ത രക്തവും കൊണ്ട്. കൈപ്പണിയായ മന്ദിരത്തിലല്ല, അസ്സലായ സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. സ്വന്ത രക്തം, സ്വന്ത യാഗം. സ്വന്ത രക്തം, സ്വന്ത യാഗം. കാരണം പറയുന്നു 10-ാമത്തെ അധ്യായത്തിൽ. 10-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, 4-ാമത്തെ വാക്യത്തിൽ 10:4. ആളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇനി വരുന്നു എന്ന് 10-ാമത്തെ പറഞ്ഞു. വാക്യം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇവിടെ എല്ലാം അപ്പോസ്തലൻ ഈ കാര്യമാണ് വിശദമാക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിന്റെ വിശദീകരണങ്ങളാണ് ഈ എബ്രായ ലേഖനത്തിൽ ആവോളമുള്ളത്. അതാ നമ്മൾ ആദ്യമേ പഠിച്ചത്, ദ സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് പേഴ്സൺ ആൻഡ് വർക്ക്. ഈ 2 കാര്യങ്ങളാണ് എബ്രായ ലേഖനത്തിലെ പ്രധാന പ്രതിപാദനം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത. 2, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ, എന്ന് വെച്ചാൽ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത. ഈ 2 ശ്രേഷ്ഠതകളാണ് എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുന്നത്. സ്തോത്രം. ഈ 2 ശ്രേഷ്ഠതകളാണ്. അപ്പോൾ യേശു എങ്ങനെ പാപപരിഹാരം വരുത്തി, അല്ലെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിച്ചു? തന്റെ രക്തത്താൽ, തന്റെ സ്വന്ത യാഗത്താൽ. സ്തോത്രം. തന്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തന്നുകൊണ്ട്. സ്വന്ത രക്തത്താൽ, സ്വന്ത യാഗത്താൽ, സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തന്നുകൊണ്ട്. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചു, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ, യേശു തന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി, തന്റെ പ്രാണനെ നമുക്കായി വെച്ചു തന്നു എന്ന് സാരം. സ്തോത്രം. അപ്പം ഈ ക്രൂശിലെ യാഗം നമ്മുടെ പാപത്തിനും പാപങ്ങൾക്കും പരിഹാരം ആണെന്ന് കണ്ടു. പാപത്തിന് എന്ന ഏകവചനം ആദാമ്യ പാപത്തിനും, പാപങ്ങൾ എന്ന ബഹുവചനം പാപികളായ നമ്മൾ പാപസ്വഭാവത്താൽ ചെയ്തു കൂട്ടിയ പാപ പ്രവർത്തികൾക്കും എന്നർത്ഥം. സ്തോത്രം. വേറെ ഒരു പാപപരിഹാര മാർഗം ഇല്ലേ ഇല്ല. ആരും കരുതരുത് മരണശേഷം
ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാൽ പാപമോചനം ലഭിക്കുമെന്ന് ഇല്ല. ജീവിച്ചിരിക്കെ സൽപ്രവർത്തികൾ ചെയ്താൽ നീതീകരണം ലഭിക്കുമെന്നും ആരും തെറ്റായി ധരിക്കരുത്. സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും കൊടിയ പാപിക്ക് വേണ്ടിയും ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് വേണ്ടിയും യേശു ചൊരിഞ്ഞത് ഒരേ വിലയുള്ള രക്തമാണ്. സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും നീചനായ പാപിക്കും ലോകത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തിക്കും രക്ഷിക്കപ്പെടാൻ പാപമോചനത്തിന് യേശുവിന്റെ രക്തം കൂടിയേ തീരൂ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്, യേശുവിന്റെ രക്തത്തിന് വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരു പാപിയും ഇല്ല. യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ആവശ്യമില്ലാത്ത ഒരു നീതിമാനും ഇല്ല. രണ്ടും മനസ്സിലായോ? സ്തോത്രം. There is no worst sinner who cannot be forgiven or purified by the blood of Jesus. And also there is no righteous man in the world who doesn't need purification by the blood of Jesus. Both are to be noted. That means everyone needs the purification of sins by and with the blood of Jesus. എന്ന് വെച്ചാൽ സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും വീണ്ടെടുപ്പും കൂടിയേ തീരൂ. അത് വിശ്വസിക്കുവാനും സ്വായത്തമാക്കുവാനും കർത്താവ് നമുക്ക് തന്ന മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി, ക്രിസ്തു പാപ പരിഹാരകൻ. എങ്ങനെയാണ് യേശു നമ്മുടെ പാപം പരിഹരിച്ചത്? രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, നമ്മുടെ പാപമെല്ലാം ക്രിസ്തു തന്റെ മേൽ ഏറ്റു. നമുക്കറിയാവുന്ന കാര്യം. നമ്മുടെ പാപമെല്ലാം ക്രിസ്തു തന്റെ മേൽ വഹിച്ചു. 1 പത്രോസ് 2:24 വാക്യം. 1 Peter 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ യേശു ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതിനെപ്പറ്റി പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത് 53:6 യഹോവ നമ്മുടെ എല്ലാം അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തിയെന്ന. The Father laid our sins or iniquities, our transgressions upon him. And Peter said that Jesus himself took our sins upon him and he went on to the cross. സ്തോത്രം. അപ്പോൾ യേശു എങ്ങനെയാണ് നമ്മെ
ശുദ്ധീകരിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. തൻ്റെ രക്തത്താലും നമ്മൾ കണ്ടു. അതെങ്ങനെ? ആ പ്രക്രിയ. ഒന്ന്, അവൻ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. He took our sins upon his own body. Upon body. യേശു തൻ്റെ പാർത്ഥിവദേഹത്തിൽ, തൻ്റെ ഭൗതിക ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ മുഴുവനും വഹിച്ചു. സ്തോത്രം. എങ്ങനെ? പിതാവ് അതെല്ലാം ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. സ്തോത്രം. ആൻഡ് thus he became a sin for us. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. 2 Corinthians 5:21. 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ വായിക്കുന്നു, അവൻ പാപമാക്കപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. അപ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നു. സ്തോത്രം. ക്രൂശിന്മേൽ കയറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, he took the punishments. He took the condemnation of sins upon him. Not only he bore our sins, but rather he bore the condemnation of sins. പാപങ്ങളെ വഹിക്കുക മാത്രമല്ല യേശു ചെയ്തത്, പിന്നെ പാപത്തിന്റെ ശിക്ഷയും കൂടെ തൻ്റെ മേൽ യേശു ഏറ്റെടുത്തു. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷയും കൂടെ. റോമൻസ് 8:3. റോമർ 8:3 വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന്റെ ഭാരം മാത്രമല്ല, പാപത്തിന്റെ കുറ്റം മാത്രമല്ല യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത്, പിന്നെ പാപത്തിന്റെ ശിക്ഷയും കൂടെ. പാപത്തിന്റെ ശിക്ഷാവിധിയും കൂടെ. He took the condemnation also. സ്തോത്രം. ഇങ്ങനെയാണ് യേശു നമ്മുടെ പാപങ്ങളെ പോക്കിയത് അഥവാ പരിഹരിച്ചത്. തൻ്റെ രക്തത്താൽ, തൻ്റെ ജീവനാൽ, തൻ്റെ ക്രൂശ് മരണത്താൽ. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഒന്നും കൂടെ നമുക്ക് എബ്രായർ 1:3 വാക്യം വായിക്കാമല്ലോ. Hebrews 1:3 once again please. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത്. അവിടെ കണ്ടോ ഒരു പ്രയോഗം, പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. അവിടെ നാം കാണുന്ന മറ്റൊരു വിശേഷതയാണ് ജീസസ് ഫിനിഷ്ഡ് വർക്ക്. യേശു പരിഹാരം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. It's about the completion. It's about the
പെർഫെക്ഷൻ. യേശുക്രിസ്തു ചെയ്തത് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടില്ല നമുക്ക് ചെയ്യാൻ. അവൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തത് പൂർണ്ണമായിരുന്നു. അവൻ പാപം പോക്കി. സ്തോത്രം. ഇറ്റ്സ് അബൌട്ട് ദ ഫിനിഷ്ഡ് വർക്ക്. ഫിനിഷ്ഡ് വർക്ക്. അവൻ വീണ്ടെടുത്തു. അവൻ പാപം പരിഹരിച്ചു. നമ്മൾ മുമ്പേ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ കൂടെ കൂടെ അർപ്പിക്കപ്പെടുവാൻ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും യേശുവിൻ്റെ ജന്മദിനം കൊണ്ടാടാത്തത്. ഓരോ വർഷവും യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കാത്തത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള 3 പദങ്ങൾ ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. എബ്രായ ലേഖനം തന്നെ 10-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഹീബ്രൂസ് 10 ഫസ്റ്റ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുകയോ ഇപ്പോഴോ ആണ്ടുതോറും ഓർമ്മയുണ്ടാകുന്നു. സ്തോത്രം. 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ എബ്രായ ലേഖന കർത്താവ് 10-ാം അധ്യായത്തിൽ പറയുന്നത് കേട്ടോ. ന്യായപ്രമാണപ്രകാരം യാഗങ്ങൾ അർപ്പിച്ചതുകൊണ്ട് വർഷാന്തര യാഗം കഴിക്കേണ്ടി വരുന്നു. പാപങ്ങളുടെ ഓർമ്മ മാത്രം ഉണ്ടാകുന്നു, പരിഹാരം ഉണ്ടാവുന്നില്ല. വാലിഡിറ്റി, അതിന്റെ കാലാവധി എത്ര നാളത്തേക്കേ ഉള്ളൂ? 1 വർഷം. 1 വർഷത്തേക്കേ ഉള്ളൂ. ഒറ്റ വർഷം. സ്തോത്രം. എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് യേശു പറഞ്ഞത്, എന്താ? ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. യേശു തൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷനായി വർഷാവർഷം പാപങ്ങളുടെ ഓർമ്മ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന വർഷാന്തര യാഗങ്ങൾ, അതിന് പരിഹാരം വരുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ 3 വിശേഷതകൾ നമ്മൾ പറയാറുണ്ടായിരുന്നത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. വെരി ഗുഡ്. സ്തോത്രം. ന്യായപ്രമാണപ്രകാരം നടത്തപ്പെടുന്ന യാഗങ്ങൾക്കെല്ലാം 1 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. എല്ലാവർക്കും വേണ്ടി. 2, നമ്മത് വായിച്ചിട്ടുള്ളതാണ് വായിപ്പിക്കാത്തത്.
2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 2 കൊരിന്ത്യൻസ് 5:14 and 15. There we see Jesus died for all. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടിരുന്നു, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെ 11 മുതൽക്കുള്ള വാക്യങ്ങളും നമ്മൾ മുമ്പേ വായിച്ച 23 തൊട്ട് അല്ലെങ്കിൽ 20 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും അവിടെ നമ്മൾ കാണുന്നു. ജീസസ് ഡെത്ത് വാസ് വൺസ്, ഓൺലി ഫോർ വൺസ്. ഒരിക്കലായി മാത്രമായിരുന്നു യേശുവിന്റെ യാഗം. മൂന്നാമത് നമ്മൾ കണ്ടു, അതേ വാക്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ട്, സ്തോത്രം, എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചു. 12 12 തൊട്ട് ഉണ്ട്. 10-ാമത്തെ അധ്യായത്തിലും 6 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, സ്തോത്രം, എന്നേക്കുമുള്ള ഒരിക്കലായി യേശു എന്ത് ചെയ്തു? വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ ഈ 3 പദങ്ങളാണ്. ജീസസ് ഡൈഡ് ഓൺലി ഫോർ വൺസ് ആൻഡ് ഫോർ ഓൾ ആൻഡ് അറ്റൈൻഡ് എ ഡെലിവറൻസ് ഓർ എ റിഡംഷൻ ഫോർ എവർ. സ്തോത്രം. മറ്റുള്ള ന്യായപ്രമാണത്തിലെ മുഴുവൻ യാഗങ്ങളും അത് അർപ്പിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടി മാത്രം. ഞാൻ അർപ്പിച്ചാൽ അതെനിക്ക് വേണ്ടി മാത്രം. പിന്നെ പെസഹ പോലെയുള്ള ഒരു സംഗതിയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം. പാപപരിഹാര യാഗമാണെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി മാത്രം. അതിനപ്പുറത്തോട്ട് അതിന് യാതൊരു വിധമായ വ്യാപ്തിയുമില്ല. എന്നാൽ യേശു മരിച്ചത് ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി. എത്ര ശ്രേഷ്ഠം! ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗതി എന്തായനെ? പ്രൈസ് ഗാഡ്. അങ്ങനെ യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക്. ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക്. സ്തോത്രം. അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ എത്താം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സാധ്യത കുറവാണ്, എങ്കിലും ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്തോത്രം. നമുക്ക് നൽകപ്പെട്ട പാപപരിഹാരകനായിട്ടും പാപപരിഹാരത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ശിഷ്ടകാലം ഈ കർത്താവിനോടുള്ള നന്ദിയിൽ സ്തോത്രം പ്രത്യാശയോടെ ജീവിപ്പാൻ ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.